ഹായ്, നമസ്കാരം. ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായ ജനത്തിരക്കും പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 18-ാം പടി ഇടിച്ച് നിരപ്പാക്കി അതിൻ്റെ വീതി കൂട്ടാനുള്ള ഒരു ശ്രമം പിൻശ്രമം, അതായത് ഒരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി 18-ാം പടിയിലെ തിരക്കാണ് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കൂടി വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ശബരിമലയിൽ 18-ാം പടിയെ ഇടിച്ചു മാറ്റിയിട്ട് പുതിയ 18-ാം പടി, അതായത് വീതി കൂട്ടിയ 18-ാം പടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ദേവസ്വം ബോർഡ്, ഈ ഭരണകൂടം നടത്താൻ പോകുന്നത് എന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഈ 18-ാം പടിയുടെ വീതി കൂട്ടിയാൽ പ്രശ്നം മാറുമോ? അത് കാര്യമായി ചിന്തിക്കേണ്ടതാണ്. സത്യത്തിൽ 18-ാം പടിയല്ല വിഷയം, 18-ാം പടിയല്ല പ്രശ്നം. 18-ാം പടി എന്ന് പറയുന്നത് ശബരിമലയുടെ കാതലായ വിശ്വാസ ഘടകമാണ്. 18-ാം പടി ചവിട്ടാതെ ഒരു ഭക്തനും സ്വാമി അയ്യപ്പൻ്റെ മുന്നിൽ ദർശനത്തിന് എത്തില്ല. അതവൻ്റെ വിശ്വാസമാണ്. അതാണ് 18-ാം പടിയുടെ പ്രാധാന്യം. അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഐതിഹ്യത്തിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് 18-ാം പടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച്. 18 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മനിർവൃതിക്കും ആത്മസന്തോഷത്തിനും ഉണ്ടാക്കുന്ന ഒരു സംഖ്യയായിട്ടാണ് അവർ 18-നെ കാണുന്നത്. കാരണം ഋഗ്വേദങ്ങൾ എല്ലാം 18 അധ്യായങ്ങളാണുള്ളത്. ഭഗവത്ഗീതയും 18 അധ്യായങ്ങളാണ്. അതുപോലെ കുരുക്ഷേത്ര യുദ്ധവും 18 ദിവസമാണ് നടന്നു പോയത്. അങ്ങനെ 18കൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ശബരിമലയ്ക്ക് ചുറ്റുമുള്ള 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 18 പടികളെന്നും ഒരു വിശ്വാസമുണ്ട്. അതിനേക്കാൾ ഉപരി സ്വാമി അയ്യപ്പൻ എന്ന ആ പോരാളി 18 അടവുകളും പഠിച്ചവനും 18 ആയുധങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ളവനുമായിരുന്നു. 18 തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് അത്ര വില്ലാളി വീരനായിരുന്നു അയ്യപ്പൻ. ഈ ശബരിമലയിൽ വന്ന് അദ്ദേഹം തപസ്സിരിക്കാൻ വരുമ്പോൾ ഈ 18 ആയുധങ്ങളും അവിടെ സമർപ്പിച്ചിട്ടാണ്, പടികൾ പോലെ വെച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തപസ്സിനിരുന്നത്, അവിടെ എത്തിയത് എന്നും ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ പലതരത്തിൽ വിശ്വാസികൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18-ാം പടി ജനങ്ങൾക്ക് വളരെ ഭക്തരുടെ ഉൾക്കൊണ്ട ഒരു വിശ്വാസമാണ്. ആ 18-ാം പടിയെ വലുതാക്കിയത് കൊണ്ട് പ്രശ്നം തീരാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് വൻ അഴിമതിയാണ്. വളരെ വലിയ ഒരു അഴിമതിക്ക് ഒരു കളമൊരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അയ്യപ്പന്മാർ ശബരിമലയിൽ അല്പമുണ്ടായ തിരക്ക്, 2, 3, 4 ദിവസം ഉണ്ടായ തിരക്കിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ ഇപ്പോൾ അടിച്ചു വാരിക്കളയാം ഇതിൻ്റെ പശ്ചാത്തലം എന്ന പേരിലാണ് ഇപ്പോൾ അടിച്ചു വാരാൻ, കോടികൾ അടിച്ചു മാറ്റാൻ ഒരു വലിയ അഴിമതിയുടെ കൂത്തരം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ 18-ാം പടി പൊളിക്കാനുള്ള ശ്രമം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ 18-ാം പടി പൊളിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പൊളിക്കുന്നതോടൊപ്പം തന്നെ ആ വലിയ കരിങ്കൽ ഭിത്തി പൊളിക്കണം. അത് കഴിഞ്ഞിട്ട് അത് മനോഹരമായിട്ട് വീണ്ടും ചെയ്യണം. വീണ്ടും അതിൻ്റെ പുറത്ത് പഞ്ചലോഹങ്ങൾ പൊതിയണം. ഇപ്പോൾ പൊളിച്ചെടുക്കുമ്പോൾ ആ പൊളിച്ചെടുക്കുന്ന പഞ്ചലോഹങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ ആകും. പിന്നെ പുതിയ പഞ്ചലോഹം കൊണ്ടുവന്ന് ഈ പടി മുഴുവനും പൊതിയേണ്ടി വരും. കുറച്ചും കൂടെ വീതി കൂട്ടേണ്ടി വരും. ഇടിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ 2 ക്ഷേത്രങ്ങളുണ്ട്. വലിയ കടുക്ക, ചെറിയ കടുക്ക എന്നുള്ളത് ആണ് തോന്നുന്നതിൻ്റെ ഓർമ്മ. അങ്ങനെയുള്ള 2 മലദൈവങ്ങളുടെ ക്ഷേത്രങ്ങളുണ്ട്. അതിന് ചില രൂപമാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ഈ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് വടക്കേ ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കിയിരുന്നു. അതിന് ചില രൂപമാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല 18-ാം പടി പൊളിക്കുക, വീതി കൂട്ടുക എന്നത്. പക്ഷേ ഈ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉദ്ദേശം അവിടെ ഈ ഇത്രയും പരിപാടി നടത്തുമ്പോൾ, ഈ പദ്ധതി നടത്തുമ്പോൾ കോടികളുടെ നിർമ്മാണമായിരിക്കും അവിടെ നടത്തേണ്ടി വരുന്നത്. അങ്ങനെ കോടികളുടെ നിർമ്മാണം നടത്തുമ്പോൾ അതിൽ നിന്നും കോടികൾ കമ്മീഷനായിട്ടും അടിച്ചുമരലായിട്ടും ഒക്കെ
പോക്കറ്റുകളിൽ എത്തിക്കാം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റിനും. കാരണം പുതുതായിട്ട് ഇപ്പോൾ വന്ന ഒരു കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു പ്രസിഡന്റാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിനും ഈ കാലം കഴിയുമ്പോഴേക്കും 2 വർഷം കഴിയുമ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. തീർച്ചയായിട്ടും ഈ 18ാം പടി പൊളിക്കൽ അനുവദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്.